ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Max. അപ്പൊ NSK Maxന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന ഫിഗറിന്റെ ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ ABC, A മുതൽ C വരെയുള്ള അതിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു തന്നിരിക്കുന്ന ഒരു വലിയ ഒരു സ്ക്വയറും തന്നിട്ടുണ്ട്, ഒരു ചെറിയ സ്ക്വയറും തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത് 27 സെന്റിമീറ്റർ സ്ക്വയറും 12 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എന്ന് പറയുന്നത്, ഒരു സ്ക്വയറിന്റെ ഏരിയ 27 ആണെങ്കിൽ അതിന്റെ സൈഡ് എത്ര ആയിരിക്കും? √27. ഒരു സ്ക്വയറിന്റെ ഏരിയ 12 ആണെങ്കിൽ അതിന്റെ സൈഡ് എത്ര ആയിരിക്കും? √12 ആയിരിക്കും. എങ്കിൽ നമുക്ക് A മുതൽ C വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, AC എന്ന് പറയുന്നത് √27 പ്ലസ് √12 അല്ലേ? ഈ √27 ഞാൻ ഇങ്ങനെ എഴുതുന്നു, √9 ഗുണം 3 പ്ലസ് √12 ഞാൻ 4 ഗുണം 3 എന്ന് എഴുതുന്നു. √9 വാല്യൂ 3, മിച്ചമുള്ള √3 അകത്ത് കിടക്കും. √4 വാല്യൂ 2, മിച്ചമുള്ള √3 അകത്ത് കിടക്കും അല്ലെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1.7 പ്ലസ് 2 ഇൻറ്റു 1.7. ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം 3 ഇൻറ്റു 1.7 എന്ന് പറയുന്നത് 5.1 ആണ്. അതേപോലെ 2 ഇൻറ്റു 1.7 എന്ന് പറയുന്നത് നമുക്ക് അത് ഗുണിച്ചു നോക്കാൻ നേരം നിങ്ങൾക്ക് എത്ര കിട്ടും? 3 ഇൻറ്റു 2 ഇൻറ്റു 1.73 അല്ലെ? 3 ഇൻറ്റു 1.73 ഗുണിക്കാൻ നേരം നമുക്കൊരു വാല്യൂ കിട്ടും. ആ രണ്ട് വാല്യൂവും കൂടെ ആൻസർ ചെയ്യുക അല്ലെ? 1.7 ഇൻറ്റു 3.4 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ഗുണിക്കാൻ നേരം നമുക്ക് എത്ര കിട്ടും? 8.65 സെന്റിമീറ്റർ എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് ദിസ് ഫിഗർ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം ആണിത്. വളരെ സിമ്പിൾ ആണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഷോർട്ട് വീഡിയോയിൽ അടുത്ത പ്രോബ്ലമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.